ട്രാവൽ ഡോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ വയനാട് നമ്മൾ കണ്ടിട്ടും തീരാത്തൊരു സ്ഥലമാണ് അല്ലേ. എല്ലാവർക്കും ഒരു ചെറിയ ട്രിപ്പ് പോവാൻ എപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു സ്ഥലമായിരിക്കും വയനാട് അല്ലേ. ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് നമുക്ക് കാണാൻ, കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പം ഇന്ന് ഞാൻ പോകുന്ന ഒറ്റക്കല്ല കേട്ടോ. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് നൗഫൽ ഈ പെണ്ണുങ്ങൾ കുട്ടികളെ കൂട്ടാത്തെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത്, ഞാൻ എൻ്റെ സോൾമേറ്റ് ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ ചങ്ക് ബ്രോസ് ഉണ്ട് കൂടെ. ഇതാ ഹവ്വാ, നമ്മളെടുക്ക പോണേ? മുഖം തിരിച്ച്. അമ്മനെ നമ്മളങ്ങോട്ടാ പോണെന്ന്? വയനാട്ടിക്ക് അല്ലേ. അപ്പൊ വയനാട്ടിലെ ഒരു അടിപൊളി സ്ഥലമാണ്, ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കുറുമ്പാലക്കോട്ട. അപ്പൊ കുറുമ്പാലക്കോട്ടയിൽ ഒരു നൈറ്റ് ഇന്ന് നമ്മൾ ടെന്റിൽ താമസിക്കാനാണ് പോകുന്നത്. അപ്പോ നമ്മളിതാ യാത്ര തുടങ്ങി. കുറുമ്പാലക്കോട്ടയിലെ 2 ദിവസത്തെ എപ്പിസോഡായിരിക്കും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വയനാട്ടിൽ കുറുമ്പാലക്കോട്ടയിൽ കാണാം. മങ്കിനെ കണ്ടോ? എവിടെയാണ് മങ്കി? മങ്കി ഓടിപ്പോയോ? എങ്ങോട്ട് ഓടിപ്പോയി? പിന്നെ നമ്മളെ കൂടെ ഇതാ നമ്മുടെ ചങ്ക് ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ പക്ഷേ കുറുമ്പാലക്കോട്ടയിലാണല്ലോ 2 ദിവസം അല്ലേ. നമ്മൾ മോർണിംഗ് രാവിലെ അല്ലേ ട്രക്കിങ്? രാവിലെ ട്രക്കിങ് അല്ലേ. എത്ര കയറാനുണ്ടാവും ഉദ്ദേശിച്ചു? അല്ല, നിങ്ങൾ പോയിട്ടുണ്ടോ? ഫസ്റ്റല്ലേ. മെയിനായിട്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല ഫോഗി ക്ലൈമറ്റ് ആയിരിക്കും ഈ സമയത്ത്. അപ്പോൾ നമുക്ക് കുറുമ്പാലക്കോട്ട എത്തി. എന്താ കിട്ടയ്യ? ഇതെന്താ? ശർക്കര പഞ്ചസാര. ഇതെന്താണ്? ഇത് പഞ്ചസാര തന്നെ. ഇത് പഞ്ചസാര അല്ലേ. എത്ര കിലോ? മോളെ പേരെന്താ? കൃഷ്ണപ്രിയ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോനോ? 2 മിക്സ് ആക്കി എടുത്തോളൂ. ഇത് പഞ്ചസാരയും 2 കൂടി മിക്സ് ആക്കി. ഏട്ടൻ്റെ പേരെന്താ? വീട് എവിടെ? ഇവിടെ തന്നെ. ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കൊണ്ട് ഇറങ്ങിയതാ, മുട്ടായി ഇപ്പം ജിലേബി. അപ്പോൾ നമ്മൾ വയനാട് കുറുമ്പാലക്കോട്ട പോകുന്ന വഴിയിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരു കുടുംബം, അവരുടെ വരുമാന മാർഗമാണ് ഈ സംഭവം അല്ലേ. ഏട്ടൻ്റെ പേരെന്താ? സുരേഷ്. ഇതാ നല്ല മധുരമുള്ള ജിലേബി കഴിക്കാൻ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതെത്ര? വാങ്ങി ഞാൻ കൊടുത്തോളാം. അപ്പോൾ പഞ്ചസാര മിഠായി, ശർക്കര മിഠായി, നല്ല ടേസ്റ്റി സാധനമാണ്. ഇപ്പോൾ ഈ വഴിയിൽ പോകുന്ന ആളുകൾ വാങ്ങാൻ പറ്റുമെങ്കിൽ, ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ ടവർ ഹിൽ എന്ന് പറയുന്ന ഇവിടുത്തെ ചെറിയ റിസോർട്ട്, അതുപോലെ തന്നെ ടെൻ്റൊക്കെയാണ് ഇന്ന് നമുക്ക് രാത്രിയിലുള്ളത്. നമ്മൾ ടോട്ടൽ ഇന്ന് ഏകദേശം എത്ര പേരാണ്? 30 പേരുണ്ട്. നമ്മുടെ മോണ്ടോറോസിന്റെ ട്രാവൽ ക്ലബിന്റെ യാത്രയാണോ, പറയാൻ വിട്ടതാണ്. 30 പേരോളം ഉണ്ട് ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ റൂംസ് കുറവാണ് ഇവിടുത്തെ സൂപ്പർ ആംബിയൻസ്, സൂപ്പർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടെന്റ് തന്നെയാണ്. അപ്പോൾ ടെന്റ് സ്റ്റേ ആണ് നമ്മൾ ഫാമിലിക്കൊപ്പം കുറുമ്പാലക്കോട്ടയുടെ താഴെ ടെന്റ് സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ടവർ ഹിൽ എന്ന് പറയുന്ന ഇവിടുത്തെ ചെറിയ റിസോർട്ടിന്റെ അവിടേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചുറ്റും നല്ല കോഫി എസ്റ്റേറ്റ്, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പുഴയുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റ കയറിയിട്ടാട്ടോ നമ്മൾ ടവർ ഹില്ലിലേക്ക് എത്തുന്നത്. എന്നിട്ട് കയറുന്ന വഴിയൊക്കെ നല്ല വ്യൂ പോയിന്റ് ആണ്. റോഡ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടവർ ഹില്ലിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല സൂപ്പർ വ്യൂ ആണ് കണ്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക നിങ്ങളൊന്ന്. സൂപ്പർ വ്യൂ അല്ലേ. ഇവിടെ വേറെ ടീമുണ്ടല്ലോ, നമ്മൾ മാത്രമാണോ? അത് അഷ്യാബിടെ എത്തിയത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടത്. ഇവിടെയൊക്കെ താഴെയൊക്കെ ഓരോ ടെൻറ്റുകളാണ് താമസിക്കാനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 റൂമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് പിന്നെ ടെൻറ്റിലാണ് താമസം.
നമ്മൾ അവിടെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ബ്രഹ്മഗിരി ഹിൽസിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് കാണുന്നത് ബാണാസുര ഹിൽസ്. പിന്നെ അത് അവിടെ ദൂരെ കാണുന്ന ആ ഹില്ല് ചെമ്പ്ര ഇതാണ് നമ്മൾ ഈ അടുത്ത് കാണുന്ന ഈ സ്ഥലമാണ് കുറുമ്പാലക്കോട്ട. നമുക്ക് നാളെ കയറാനുള്ള സ്ഥലം. അപ്പോൾ ഇത്രയാണ് ഇവിടുന്ന് നമുക്കിങ്ങനെ കാണുമ്പോഴുള്ള സൂപ്പർ വ്യൂ. ഇതിൻ്റെ നേരെ താഴെയൊക്കെ നല്ല വ്യൂ ആണ്, നല്ല സൂപ്പർ വ്യൂ, നല്ല ഗ്രീനറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. അപ്പോൾ വടംവലി മത്സരം നടത്താം. നമ്മൾ 10-30 പേരുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്നിപ്പോൾ ഇവിടെ ചെറിയൊരു വടംവലി മത്സരമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ അത് വടം കണ്ടോ, വടക്ക് ഒരുങ്ങിയിട്ടുണ്ട്. എവിടെ പിച്ചൊരുക്കണം എന്നുള്ള ചർച്ചയിലാണ് ഇവിടുത്തെ കാരണന്മാരെല്ലാവരും കൂടി ഉള്ളത്. എന്താ തീരുമാനാക്കിയത്? എവിടെയാണ്? എന്താണ് കോയ കേക്കേപ്പൊടി പറയട്ടെ, എവിടെ നമ്മൾ പിച്ചൊരുക്കാൻ തീരുമാനാക്കിയത്? അപ്പൊ ടീം തീരുമാനമായോ? അപ്പൊ നേരത്തെ തോറ്റീനെ പകരം ഇവിടെ വിട്ടോ? ഓക്കെ. അപ്പോ കോയ കേക്കേപ്പൊടിന്റെ നേതൃത്വത്തിലാണ് വടംവലി മത്സരം. കാണുമ്പോ കണ്ടില്ല, നല്ല മസിലുള്ള ആളാട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ആക്ടിവിറ്റി ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതുകൂടി കാണാം. അപ്പോൾ ടവർ ഹില്ലിന്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാഴ്ച ദൂരെ കാണുന്ന നമ്മുടെ ബ്രഹ്മഗിരി, ബാണാസുര, അതുപോലെ തന്നെ ചെമ്പ്ര, ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. ഇവിടെ വൈകുന്നേരത്തെ ആക്ടിവിറ്റി ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഇന്നിങ്ങനെ ഇവിടെ ചില്ലാക്കിയിട്ട് ഓടി വീണോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മ. അപ്പൊ നമ്മളെവിടെയാണ് ഇപ്പോ? എവിടെയാണ് പറഞ്ഞ? എവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? എവിടെ നമ്മള് പറഞ്ഞ? എവിടെയാണ്? എവിടെ? ഉറക്കെ പറയ്. വയനാട്ടില്. അപ്പൊ ഇത് നമ്മുടെ വടംവലി മത്സരം ആരംഭിക്കുകയാണ് കേട്ടോ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ആയി. കോയ കേക്കേപ്പൊടി, പ്രഗത്ഭരായ മത്സരാർത്ഥികളൊക്കെ ഇവിടെ വടം ഇങ്ങനെ വലിച്ചു പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മുടെ സൈക്കിള് കേരളത്തിൽ അറിയപ്പെടുന്ന സൈക്കിൾ റൈഡറാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് സെറ്റ് ടീമാട്ടോ. 6 എന്ന് പറഞ്ഞ ഒരു 1.5 6 തന്നെയാണിത്. ബാക്കില് നമ്മുടെ അഷ്റഫ്ക്കാണ്. ഇവിടെ ഷഫീഖയാണ് മുന്നിൽ, നല്ല കട്ട ഷഫീഖ. പൊന്നെ ബാക്കില് നമ്മുടെ മുനീർ മാഷ് ഉണ്ട്. ഒരു നിലക്ക് വിട്ടുകൊടുക്കൂല. ബാക്കിക്ക് നോക്കരുത്. അങ്ങനത്തെ പോവരുത്. അപ്പൊ ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാ ഷഫീഖ് കോട്ടക്കൽ, അതുപോലെ സമദ് കോട്ടക്കലിന്റെ നേതൃത്വത്തില് വമ്പിച്ച ആവേശകരമായ മത്സരം. കോയക്കൊക്കെ എപ്പോഴും ഇരുന്ന് മത്സരിക്കുന്നുണ്ട്. ഒരു നിലക്കും വിട്ടു തരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. എന്നിരുന്നാലും അതാ ഷഫീഖ് കോട്ടക്കൽ ടീം വിജയിച്ചിരിക്കുന്നു. ഞാൻ ഹെഡല്ലേ പറഞ്ഞത്, ചാപ്പല്ല വീണാണ്. അവസാന ലാപ്പ് മത്സരത്തിന്റെ ഇതാ നാട്ടിന്ന് കിടന്ന് വലിക്കാണ്. ഒരു നിലക്കും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ കോട്ടക്കൽ സമതുമായി അപ്പൊ
മത്സരത്തിൽ ഇവിടെ 4 ടീമായിട്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു സംഭവം. 4 ടീമായിട്ട് വടംവലി ടീം ഉണ്ടാക്കി സംഗതി നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. വേറെ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എത്ര ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാലും പുറത്തേക്കൊന്നും ഒരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ഈ കുറുമ്പാലക്കോട്ടയുടെ താഴെയുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം. അപ്പോൾ ഏതായിരുന്നാലും നമുക്കിനി രാത്രിയിൽ ടെൻറ്റ് സ്റ്റേ, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, കുറച്ച് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് എന്ത് ചെയ്യും, മേലെ കുറുമ്പാലക്കോട്ട ട്രക്കിംഗ് ആണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ, നേരിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബാങ്ക് കൊടുത്തോ? ആ, നിസ്കരിക്കണ്ടേ? ഒതുക്കണം, ഒന്നിടത്ത് നിസ്കരിക്കണം, തൊള്ള കേൾക്കണം, പിന്നെ പിന്നെന്താ ചെയ്യണ്ടേ? അവ എന്ത് കളിയാ കളിക്കണേ? എന്ത്? ക്യാരം ബോളോ? ആ, അതാണ് ക്യാരം ബോർഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറുമ്പാലക്കോട്ട ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് നമ്മുടെ രാത്രിയിലെ കൾച്ചറൽ പ്രോഗ്രാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ക്യാമ്പ് ഫയറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ കാണുന്ന ഈ ടെൻറ്റിലാണ് ഇന്ന് നമ്മുടെ താമസം. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് സുബഹിക്ക് 5:30 മണിക്ക് എണീറ്റിട്ട് നമ്മൾ അവിടെ കുറുമ്പാലക്കോട്ട മലയുടെ മുകളിലേക്കുള്ള ട്രക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറുമ്പാലക്കോട്ട ട്രക്കിംഗ് കാണാം. അപ്പോൾ അതുവരേക്കും വിടാം, ബൈ.